ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്കുള്ള ഒരു 62 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിനേഷൻ ഡേറ്റ് എന്നാണെന്ന് അറിയാം, അതുപോലെ സ്റ്റഡി പ്ലാനിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയേണ്ടതുണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെ സെറ്റ് ചെയ്യണം, അതുപോലെ സ്റ്റഡി പ്ലാൻ എങ്ങനെ അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കുറച്ച് ടിപ്സും കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 11 അതായത് അടുത്ത ദിവസമാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് മെയ് 13 കൃത്യം 2 മാസം കാലയളവ് മാത്രമേ ഉള്ളൂ നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട്. ഇനി എന്താണ് ഒരു സ്റ്റഡി പ്ലാന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചേർഡ് ലേണിംഗ്, അതായത് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിലബസിൽ എത്രയെല്ലാം ടോപ്പിക്സ് ഉണ്ട്, ആ ടോപ്പിക്സിനെ എല്ലാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ലേണിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് പറയുന്നത്. അടുത്തത് ടൈം മാനേജ്മെന്റ്, അതായത് നമുക്കറിയാം സിലബസിൽ 10 സബ്ജക്ട്സ് ഉണ്ട്. ആ 10 സബ്ജക്ട്സിനും മാക്സിമം ഓരോന്നും കവർ ചെയ്യാൻ, ഓരോ ടോപ്പിക്സും കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ള ഒരു പാർട്ട് ഇരിക്കുന്നത്. ഓക്കെ, അടുത്തത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ആണ്. നമുക്കറിയാം ഇന്ന് പഠിച്ചത് കൊണ്ടോ തൊട്ടടുത്ത ദിവസം പഠിച്ചത് കൊണ്ടോ നമ്മുടെ പഠനം പൂർത്തിയാവുന്നില്ല. അതിന് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പുരോഗതി ആവശ്യമുണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ്, അതായത് എക്സാം അടുക്കുന്ന ആ ഒരു ടൈം വെപ്രാളപ്പെട്ട് നമ്മൾ പഠിക്കുന്നതിലും ഇതായിട്ട് നമ്മൾ കുറച്ച് എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളതിനെ അറിഞ്ഞ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഠിക്കുന്നതിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാവുകയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും നമുക്ക് അതുകൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി ഒരു സ്റ്റഡി പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യമുണ്ട്. അതായത് അസസിങ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതായത് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സിലബസിൽ ഏതാണ് നിങ്ങൾക്ക് എന്താണ് ഒരു സെൽഫായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് പ്രീവിയസ്ലി നിങ്ങൾ ഇപ്പൊ PSC എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയ, അതായത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതാണ്, അതുപോലെ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ വീക്ക് ആയിട്ടുള്ള ഏരിയ, ഇപ്പൊ നമുക്ക് എത്ര പഠിച്ചാലോ അല്ലെങ്കിൽ കുറച്ച് ടൈം നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ഏരിയ ഏതാണ്, അല്ലെങ്കിൽ ടോപ്പിക്സ് സബ്ജക്ട്സ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഘടകം. ഓക്കെ, അടുത്തത് നമ്മുടെ സിലബസിനെ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതായത് സിലബസിൽ എത്രത്തോളം ടോപ്പിക്ക് ഓരോ സബ്ജക്റ്റിനകത്തുണ്ട്, അതിന് എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്താണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ള അല്ലെങ്കിൽ കണ്ടന്റ് ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുക. അത് നമ്മുടെ സിലബസുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്നുണ്ടോ, മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ അനലൈസ് ചെയ്ത് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ടാർഗറ്റോട് കൂടിയിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് സ്റ്റഡി പ്ലാനിൽ ആവശ്യമായിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ് റെഫറൻസസ് എന്ന് പറയുന്നത്. PSCയിൽ IT ബേസ്ഡ് ആയിട്ട് നടക്കുന്ന എല്ലാ എക്സാമിനും മുഖ്യമായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടത് നിമി ബുക്സ് ആണ്. ഓക്കെ, ആ നിമി ബുക്സിന്റെ ഈ ഒരു സൈറ്റ് ഭാരത് സ്കിൽസിന്റെ സൈറ്റിൽ തന്നെ MCQs ലഭ്യമാണ്. ഇതെല്ലാം നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ കോർ സബ്ജക്ട്സ് ആയിട്ടുള്ള ഡേറ്റാബേസും കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനും അതാത് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാനും മാക്സിമം കണ്ടന്റ് അതിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കുക. അതുപോലെ ഓരോ സബ്ജക്റ്റിനും ഇപ്പൊ കറസ്പോണ്ടീവ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ആ ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്തിട്ട് വേണം നമ്മുടെ സിലബസ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ അത് കൂടാതെ നമ്മുടെ ഇതിൽ പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് വെബ് പേജസിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ. അതിന് വേണ്ടിയിട്ട് W3 സ്കൂൾസ് എന്നുള്ളത്, ഇപ്പം നമ്മൾ ചുമ്മാ കോഡ് പോയി നോക്കിയിട്ട് കാര്യമില്ല, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ല അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് കൊടുത്താൽ എന്താണ് അതിന് മാറ്റം സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് കോഡായിട്ട് ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് W3 സ്കൂൾസ് എന്നുള്ള സൈറ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ്.
നെക്സ്റ്റ് നമ്മൾ ഹാർഡ് വർക്ക്, അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ PSC ബേസ്ഡ് ഉള്ള എക്സാംസിനെ എല്ലാം തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് സിലബസ് എടുത്ത് വെച്ചിട്ട് സിലബസിന്റെ ഹാർഡ് കോപ്പി നമ്മൾ എടുത്ത് വെച്ചിട്ട് ഒരറ്റത്ത് നിന്ന് ഒരറ്റത്ത് മുതൽ നമ്മൾ കവർ ചെയ്യുന്നതിന് പകരം അതിനെ നമ്മൾ സ്മാർട്ടായിട്ട് ലേൺ ചെയ്യാൻ കൂടെ പഠിക്കണം. അതായത് ഓരോ സബ്ജക്ട്സിനും വ്യക്തമായിട്ട്, അതായത് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ഉപരിയായിട്ട് എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ അതിന് വേണം. അതായത് ഗോൾസ് ക്ലിയർ ആയിരിക്കണം. ഇപ്പൊ ഇന്ന സബ്ജക്ട്സ് അതിന് ഇത്ര ടോപ്പിക്സ് ഉണ്ട്, അതിന് ഇത്ര ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് അതിനെ കവർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഗോൾസ് നിങ്ങൾക്ക് വേണം. അച്ചീവബിൾ ആണ്. അതായത് ഇപ്പൊ ഒരു സബ്ജക്ട് ഒരു കോർ സബ്ജക്ട് ആണ്. ഇപ്പൊ നമുക്കറിയാം ഡേറ്റാബേസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആൻഡ് സബ്ജക്ട് ആണ്. ഓക്കെ, ആ നെറ്റ്വർക്കിന്റെ സബ്ജക്ട്സ് നമ്മളിപ്പോ ഒരു 2 ഡേയ്സിൽ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയുടെ ഏതൊരു എക്സാംസിനാണെന്നുണ്ടെങ്കിലും നമുക്കത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ആ ഒരു എന്താണ് സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്, അതായത് ഓരോ സബ്ജക്ട്സും കവർ ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം. നമുക്കത് എന്താണ് ആ സബ്ജക്ട്സ് ഇത്ര കൊണ്ട് നമ്മുടെ ആ ഒരു എബിലിറ്റി വെച്ചിട്ട് നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതാണ് അച്ചീവബിൾ എന്ന് പറയുന്നത്. പിന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഓരോ ഗോളും അതിനൊരു ഡെഡ് ലൈൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഡേറ്റാബേസിന് നമുക്ക് 5 ഡേയ്സ് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 5th ഡേയിൽ ലാസ്റ്റ് എന്താണ് ആ ഒരു എൻറ്റയർ സബ്ജക്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും കവർ ചെയ്തിരിക്കണം. അതാണ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് സ്റ്റഡി പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സ്ട്രാറ്റജി പറയുന്നത്. ഓക്കെ, ഇനി ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് സ്റ്റഡി ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി ഷെഡ്യൂൾ എപ്പോഴാണ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതായത് മോർണിംഗ് ആണോ, ഇപ്പം ഏർലി മോർണിംഗ് ഇരിക്കുന്നവർ കാണും, അതല്ല ലേറ്റ് നൈറ്റ് ആണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു 2-3 മണിക്കൂർ നിങ്ങൾ ദിവസം പ്രതി നിങ്ങൾ എന്താണ് ടൈം അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി ആ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് മസ്റ്റ് ആയിട്ടും നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് ആദ്യം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് വേണം, എന്താ ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്ട്സുമായിട്ട് മാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട്. അതായത് കൂടുതൽ സമയം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് എടുക്കുകയും കുറവ് സമയം നമുക്ക് വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സിലോട്ട് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിലും വേണം നമ്മൾ ആ ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ. പിന്നെ നമുക്കറിയാം ഒരൊറ്റ ഇരിപ്പിൽ പഠിക്കുന്നതിലും നല്ലത് നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ബ്രേക്ക്, കൃത്യമായിട്ട് ഒരു ബ്രേക്ക് കൊടുക്കുന്നതാണ്. ഇപ്പൊ 20 മിനിറ്റ്സ് ഇപ്പൊ നിങ്ങൾ ഒരു 3 മണിക്കൂർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന അത്രയും കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ പഠിക്കുകയും അതിനകത്ത് സബ്ജക്ട്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്രേക്സും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ടും വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് റിവിഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചതിനെ ഒന്ന് റിവ്യൂ ചെയ്ത് ആ ഒരു ടോപ്പിക്സ് എല്ലാം വ്യക്തതയോടുകൂടി അല്ലെ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് ഒരു റിവിഷൻ, അതായത് എന്താണ് നമ്മൾ പഠിച്ചതെന്നുള്ളതിന്റെ ഒരു സംഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ അത് കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് എക്സാം ടൈമിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ സ്റ്റഡി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡിങ് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ്. നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഇരുന്ന് വായിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ ആക്റ്റീവായിട്ട് ലേൺ ചെയ്യുക. അതായത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ അറിയാം എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ച് അതിനുള്ള ആൻസർ കണ്ടുപിടിച്ച് വായിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡിസ്കഷൻസിൽ ഏർപ്പെടുക. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇനിയിപ്പോ അതല്ല എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ നമുക്ക് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ലാസ്റ്റ് ആ ഒരു റിവിഷന്റെ ടൈമിൽ നമുക്ക് ഈ ഒരു മൈൻഡ് മാപ്പ് കാണുമ്പോൾ തന്നെ എന്താണ് അതിനകത്ത് നടക്കുന്ന ആ ഒരു ഐഡിയ നമുക്ക് ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ, ഇനി സ്റ്റഡി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്വയറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ആ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾ അടുത്ത ദിവസം
ഇരിക്കുമ്പോൾ നിങ്ങൾ ആ പഠിച്ചതിന്റെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുകയും വീണ്ടും കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യുന്ന ആ ഒരു പ്ലേസ് നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുക. അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ എന്താണ് എക്സർസൈസുകളും എല്ലാം കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു സ്റ്റഡി എന്ന് പറയുന്ന ഡെയിലി ഒരു 3 hours അല്ലെങ്കിൽ ഒരു 4 hours നമുക്ക് ഇൻപുട്ട് ഇട്ട് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്ട്സിലോട്ട് പോകാം. നമുക്ക് ആകെയുള്ളത് 10 സബ്ജക്ട്സ് ആണ്. ആ 10 സബ്ജക്ട്സിലെല്ലാം തന്നെ നമുക്ക് എല്ലാം ഔട്ട് ഓഫ് 10 മാർക്സ് ആണ്. ഓരോ സബ്ജക്ട്സിനും 10 മാർക്സ് ഡിവിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് എല്ലാ സബ്ജക്ട്സിനും കൊടുത്തിരിക്കുന്നത്. നമുക്ക് അറിയാം ടോട്ടൽ ഇനിയിപ്പോ ഒരു 62 days ആണുള്ളത്. അതിൽ 55 days നമ്മൾ സബ്ജക്ട്സ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു 3 days റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും 4 days റിവിഷന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ സബ്ജക്ട്സിനും വേണ്ടിയിട്ട് നോക്കാം. ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ആണ്. അതിന് 5 days. അതുപോലെ സെക്കൻഡ് മോഡ്യൂൾ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന് 3 days, സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷന് 3 days, അതുപോലെ പവർ പോയിന്റ് പ്രസന്റേഷൻ 3 days. ഈ 3 സബ്ജക്ട്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. എന്നാൽ പോലും ഓരോ ഓപ്ഷൻസും അതിന്റെ ഫീച്ചേഴ്സും തമ്മിൽ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഏതാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ട ആ ഒരു ടാബ് ഏതാണ്, അല്ലെങ്കിൽ ഇന്ന ഓപ്ഷൻ ഇന്ന ഇതിൽ ഇങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും 3 ദിവസം വെച്ച് ആ ഓരോ ചെറിയ മോഡ്യൂൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കോർ കൺസെപ്റ്റ് ആണ് ഡേറ്റാബേസ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതിനൊരു 7 days ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്. ഈ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്റർനെറ്റ് കൺസെപ്റ്റ്സും കൂടെ പഠിക്കേണ്ടതുണ്ട്. അതായത് 10 days ആണ് ആ ഒരു സബ്ജക്റ്റിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ വെബ് ഡിസൈൻ കൺസെപ്റ്റ്സ് ആണ്. അതിൽ എന്താണ് വെബ് ഡിസൈനിന് വേണ്ട എന്തൊക്കെയാണ് ഡിസൈൻ, സ്റ്റാറ്റിക്, ഡൈനാമിക് പേജ് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ ആ ഒരു കൺസെപ്റ്റുമാണ് 6th പേജിൽ. പിന്നെ ജാവാസ്ക്രിപ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ഒരു വെബ് പേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് 8th മോഡ്യൂളിലുള്ളത്. 7th മോഡ്യൂളിൽ 6 days, അതുപോലെ തന്നെ 8th മോഡ്യൂളിന് 7 days ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നതും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നതും വീണ്ടും ഒരു ഷോർട്ട് മോഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ 3 days ആണ് അവിടെ നമ്മൾ സ്പെയർ ആക്കിയിരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ 3 days ഇങ്ങനെ ടോട്ടൽ നമുക്കൊരു 55 days സ്റ്റഡി പ്ലാൻ ആണ് ഉള്ളത്. ഓക്കെ, എൻഡയർ സബ്ജക്ട്സ്. ഇനി ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സബ്ജക്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ആണ്. അതിന് 5 days ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സിലബസ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ പെരിഫറൽസ് എന്തൊക്കെയാണ്, കമ്പ്യൂട്ടർ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതുപോലെ കമ്പ്യൂട്ടറിന്റെ പാർട്ടായിട്ട് പറയുമ്പോൾ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, അതിന്റെ കൺസെപ്റ്റ് ആൻഡ് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ദെൻ കമ്പ്യൂട്ടറിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മദർ ബോർഡിലെ കമ്പോണൻസ്, അതുപോലെ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. നമ്മൾ മിനിമം 3 days എങ്കിലും നമുക്കത് കവർ ചെയ്യാൻ വേണ്ടി വരും. അതുപോലെ അടുത്ത പാർട്ടായിട്ട് വരുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി, പ്രൈമറി, സെക്കൻഡറി, അതുപോലുള്ള മെമ്മറി. ദെൻ റിഗാർഡിങ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, അതിനും ഒരു 3 days ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. വിൻഡോസ് ആൻഡ് ലിനക്സ് OS-നെയാണ് നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമാൻഡ്സും അതിന്റെ ഫീച്ചേഴ്സും ഒരു 2 days നമുക്ക് കവറപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. MS വേർഡിനെ പറ്റിയാണ് ഈ ഒരു മോഡ്യൂള് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ട്, ഓഫീസ് ബട്ടൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ടൂൾ ബാസ് ഏതൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ഒരു 1 day മതിയാകും. അതുപോലെ പ്രിന്റിംഗ് ഡോക്യുമെന്റ്സ് എങ്ങനെയാണ്, അതിനെ ഒരു ഡോക്യുമെന്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് അതിനെ എങ്ങനെ സേവ് ചെയ്ത് ദെൻ സേവ് ചെയ്ത് ഒരെണ്ണത്തിന് നമുക്ക് വീണ്ടും എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് ഒരു ഡേ കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് മെയിൽ മാർജ്, ടെംപ്ലേറ്റ്സ്, അതുപോലെ ലാസ്റ്റ് ആയിട്ട് മെയിൽ മാരേജ്, അതിന്റെ ടെംപ്ലേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ വേർഡിലുള്ള മറ്റ് ടൂൾസ് എല്ലാം വേണ്ടി എന്താണ് നമുക്ക് ഒരു ദിവസം മതിയാകും. അങ്ങനെ ടോട്ടലി ഒരു 3 days കൊണ്ട് ഈ മോഡ്യൂൾ നമുക്ക് കവറപ്പ് ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ. സോ ആ MS Excelന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണ്, സെല്ലിനെ നമുക്ക് എങ്ങനെ റെഫറൻസ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഒന്നിലധികം ഷീറ്റിനെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും, അതെല്ലാം തന്നെ നമുക്ക് ഒരു ഡേ കൊണ്ട് കവറപ്പ് ചെയ്യാം. അതുപോലെ എന്താണ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോർട്ടിങ്, ഫിൽട്ടറിങ്, അതുപോലെ ഡേറ്റാനെ വാലിഡേറ്റ് ചെയ്ത് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ, ചാർട്ട് അതുപോലെ മുതലായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിന് എടുക്കേണ്ട ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അതിലുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് വൺ ഡേ. അതുപോലെ തന്നെ അതിലുള്ള ഡേറ്റ ടേബിൾസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, പിവറ്റ് ടേബിൾസ് എങ്ങനെയാണ്, ഗോൾ സീക്ക് എന്നുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളത് വളരെ ചെറിയ ടോപ്പിക്കാണ്. അതിനൊരു മിനിമം വൺ ഡേ മതിയാകും. സോ എൻറ്റയർലി ഒരു 3 days ആണ് ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു ഷോർട്ട് മൊഡ്യൂൾ ആണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. പവർ പോയിന്റ് നമുക്കറിയാം പ്രസന്റേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് പവർ പോയിന്റ് പ്രസന്റേഷൻസ്. അതിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് സിലബസിൽ ഉള്ളത് നോക്കാം. ഫസ്റ്റ് ഈസ് ഇമേജ് എഡിറ്റിംഗ്, ദെൻ പ്രോപ്പർട്ടീസ്, അതിന്റെ ഇമേജസിന്റെ എഡിറ്റിംഗ് മുതലായിട്ടുള്ളതെല്ലാം ഒരു ഡേയിൽ നമുക്ക് കവറപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ അതോടൊപ്പം തന്നെ ഇമേജസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ഫോർമാറ്റ് എന്തൊക്കെയാണ് അതിന്റെ, അതുപോലെ ആ ഓരോന്നും എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സ്ലൈഡ് ഷോട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതെല്ലാം തന്നെ ഒരു ഡേയിൽ നമുക്ക് കവർ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഒരു പ്രസന്റേഷൻ നമ്മൾ ചുമ്മാ കുറെ എന്തെങ്കിലും ഡേറ്റാസ് എടുത്ത് വെക്കാതെ അത് എങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് നല്ലൊരു പ്രസന്റേഷൻ ആക്കി അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ സാധിക്കും എന്നുള്ള ടെക്നിക്സ് കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ മോഡ്യൂളിൽ. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസമാണ് നമുക്ക് എടുക്കാവുന്നത്. അങ്ങനെ മാക്സിമം ഒരു 3 days ഈ ഒരു മോഡ്യൂൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡാറ്റാബേസ് കൺസെപ്റ്റ്. ഡാറ്റാബേസ് കൺസെപ്റ്റ്സിൽ നമ്മൾ 7 days ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കൺസെപ്റ്റ് വരുന്നത് എന്താണ് DBMS എന്നുള്ളത്, അതുപോലെ RDBMS എന്താണ്, അതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളതും ആ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എല്ലാം ക്യാരി ചെയ്യാനായിട്ട് നമുക്കൊരു 1 day എടുക്കാം. അതുപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഏതൊക്കെയാണ് ഡാറ്റാബേസ് ലെവലിൽ വരുന്നത്, അതുപോലെ സ്കീമാസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം തന്നെ ഒരു 1 day നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ വീണ്ടും ഒരു ബിഗ് ടോപ്പിക് ആണ് നോർമലൈസേഷൻ റൂൾസ് എന്ന് പറയുന്ന. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോർമലൈസേഷൻസ് ഉണ്ട്. അതിൽ ഒരു നോർമലൈസേഷൻ ഇതിൽ നിന്ന് അടുത്ത നോർമലൈസേഷനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്ത് ഫീച്ചർ ആണ് അതിൽ എലിമിനേറ്റ് ആവുന്ന എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഈ ഒരു മോഡ്യൂളിൽ കവറപ്പ് ചെയ്യേണ്ടത്. ഡേറ്റ ടൈപ്സ് ഉണ്ട്, ഡേറ്റ ഇന്റഗ്രിറ്റി ഉണ്ട്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഡെഫിനിഷൻ ലാംഗ്വേജ്, അതുപോലെ മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോൾ ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ 2 days നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് പ്രൈമറി കീ, ഫോറിൻ കീ, അതായത് ഡിഫറെന്റ് ടേബിൾസ് എല്ലാത്തിനെയും നമുക്ക് കണക്ട് ചെയ്യാനും അതിനെ യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്. ആ കീസ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഇനി ആ ഓരോ കീസിനെയും നമുക്ക് എങ്ങനെ ഓരോ ടേബിളിലും കൊടുക്കാം, അതുപോലെ എങ്ങനെയാണ് ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ ഇൻഡിസസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ ഇൻഡെക്സ്, ഓരോ ടേബിളിന് ഓരോ ഇൻഡെക്സ് ആഡ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് നമുക്കറിയാം. ആ ട്രാൻസാക്ഷൻസിനെ കമ്മിറ്റ് ചെയ്ത് റോൾ ബാക്ക് ചെയ്യുന്നത് എന്തിനാണ്, അതുപോലെ അതിലുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിനെയാണ് നമ്മൾ ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതൊരു എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ആസിഡ് പ്രോപ്പർട്ടി. അതുപോലെ ഈ ടേബിൾസ് നമ്മൾ ഡാറ്റാബേസിൽ യൂസ് ചെയ്യുന്ന ടേബിൾസിനെ എല്ലാം തന്നെ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിൻ ഓപ്പറേഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ സബ് ക്വറീസും കൂടെ നമുക്ക് 1 day കവറപ്പ് ചെയ്യാം. ഓക്കെ. ദെൻ ഫൈനലി ഈ ഒരു മോഡ്യൂളിൽ നോക്കേണ്ടത് അഗ്രിഗേറ്റ് ആയിട്ടുള്ള ക്വറീസ്, സം, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട് മുതലായിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അതെല്ലാം തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്നതാണ്. അങ്ങനെ ടോട്ടലി ഒരു 7 days ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് മാറ്റി വെക്കാമെങ്കിൽ ഡാറ്റാബേസിന്റെ ഏകദേശമുള്ള കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ്. ആസ് ഐ ടോൾഡ്, ഇത് ഓൾറെഡി ഒരു ബിഗ് മോഡ്യൂൾ ആണ്. നമുക്കറിയാം നെറ്റ്വർക്ക് അത്രയും വാസ്റ്റ് ആണ്, എന്നാൽ പോലും സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആണ് നെറ്റ്വർക്കിംഗ്. എന്നാൽ പോലും ആ ഒരു ടോപ്പിക്കിന്റെ ആ ഒരു ഡെപ്ത് അനുസരിച്ച് നമുക്ക് ദിവസം കൂടുതൽ വേണ്ടതുണ്ട്. അതായത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ്, ക്ലയന്റ് സെർവർ, പിയർ ടു പിയർ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ് മുതലായിട്ടുള്ളത് ഒരു ഡേയിൽ നമുക്ക് കവർ ചെയ്യാം. അതുപോലെ
പ്രോക്സി സെർവറും പ്രോക്സി ഫയർവാൾ സെർവർ നമുക്കറിയാം ഒരു ക്ലയന്റിന്റെ സെർവറിന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്നതാണ് പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. അതുപോലെ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, അതിന്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ, ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്, എങ്ങനെയാണ് ആ ഒരു ടോപ്പോളജീസിന്റെ അലൈൻമെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് 2 days കവറപ്പ് ചെയ്യാം. അതുപോലെ പിന്നെ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്, ദാറ്റ് ഈസ് ലാൻ, വാൻ ആൻഡ് പാൻ. അതുപോലെ തന്നെ അതിന്റെ നെറ്റ്വർക്ക് കമ്പോണൻസ്, എങ്ങനെ നമുക്ക് ഒന്നിലധികം നെറ്റ്വർക്ക്സിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും മുതലായിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഡിവൈസസ് സ്പെസിഫൈ ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതിനൊരു മിനിമം 2 days നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് കേബിൾസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഫൈബർ ഓപ്റ്റിക്, അതുപോലെ ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, അതിന്റെ എല്ലാം ഡിസ്റ്റൻസും അതിന്റെ ലെങ്ത്, കണക്ടിവിറ്റി ഒക്കെ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഒരു 2 days ആ ഒരു കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നമുക്ക് തീർക്കാനാകും. അടുത്തത് വയർലെസ് നെറ്റ്വർക്ക്സ് ആണ്. വയർലെസ് നെറ്റ്വർക്ക്സിൽ നമുക്കറിയാം എന്താണ് ഫിസിക്കലി ഉള്ള കണക്ഷൻ അല്ലാതെ വരുന്നതാണ് വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ഫെമിലിയർ ആയിട്ടുള്ളത് ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ ആണ്. അതുപോലെയുള്ള സിഗ്ബി പോലെയുള്ള ടെക്നോളജീസ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവറപ്പ് ചെയ്യണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ISO OSI 7 ലെയർ മോഡൽ, ഇതിൽ ഓരോ ലെയേഴ്സും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും, അതുപോലെ ആ ഡേറ്റ ഓരോ പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നും, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറെന്റ് ലെയർ ഓഫ് പ്രോട്ടോകോൾസും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ 2 days ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിലുള്ള നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് TCP IP FTP, ഇതിന്റെ എല്ലാം പോർട്ട് നമ്പേഴ്സും അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ആ ഒരു പ്രോട്ടോകോൾ സ്പെസിഫിക്കേഷൻസും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ്. നമുക്കറിയാം ലോജിക്കൽ അഡ്രസ് എന്താണ്, ഫിസിക്കൽ അഡ്രസ് എത്ര ക്ലാസ്സസ് ഉണ്ടെന്നും, അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫിസിക്കൽ അഡ്രസ് നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം, അതുപോലെ എത്ര സബ്നെറ്റുകൾ നമുക്ക് ഒരു നെറ്റ്വർക്ക് അഡ്രസ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇത് കവർ ചെയ്യാനായിട്ട്, ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ നമുക്കൊരു 1 day മതിയാകും. ദെൻ ഫൈനലി ഇന്റർനെറ്റ് കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് കൺസെപ്റ്റ് ഓഫ് ഇന്റർനെറ്റ് പഠിക്കണം. അതിന്റെ കൂടെ വേൾഡ് വൈഡ് വെബിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് അത് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ വെബ് ബ്രൗസേഴ്സിന്റെ കൺസെപ്റ്റ്സ്, ഇന്റർനെറ്റ് സെർവേഴ്സും കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെർച്ച് എൻജിൻസ് ഉണ്ടെന്നും അതിന്റെ കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു 1 day ഈ ഒരു മോഡ്യൂളിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ എടുത്താൽ മതി. അങ്ങനെ ടോട്ടലി ഒരു 10 days പ്ലാൻ ആണ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സിന് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെബ് ഡിസൈൻ കൺസെപ്റ്റ്സ്. ഇതിന് ഒരു 6 days ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമായിട്ട് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് നമുക്ക് അതിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്. പിന്നെ നമുക്കറിയാം വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്മൾ പറയേണ്ടതാണ് HTML എന്നുള്ളത്. ആ HTML ഇൻട്രൊഡക്ഷൻ, അതിൽ യൂസ് ചെയ്യുന്ന വേരിയസ് ടാഗ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മിനിമം പഠിച്ചിരിക്കാനായിട്ട് 2 days വേണ്ടി വരും. അതുപോലെ ഓരോ വെബ് പേജിനകത്ത് നമുക്ക് എങ്ങനെ ഡിഫറെന്റ് കൺട്രോൾസ് കൊണ്ടുവരാം, അതുപോലെ ഇതിനെ ഒന്ന് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം CSS നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാസ്കേഡിംഗ് ആയിട്ടുള്ള സ്റ്റൈൽ ഷീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ എംബഡിങ്, അങ്ങനെ ഡിഫറെന്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള CSS കൊടുക്കാം. അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് CSSനെ HTML നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 days നമുക്ക് സ്പെൻഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള CMS ടൂൾ ആണ് ജൂംല ആൻഡ് വേർഡ്പ്രസ്. അതിന്റെ ഡീറ്റെയിൽസും അതുപോലെ വെബിനെ ഓർഡർ ചെയ്യാൻ, അതായത് ഇന്ന വെബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ് കമ്പോസർ എന്നുള്ള ഒരു ടൂളും അതുപോലെ ഫ്രണ്ട് പേജ് എന്നുള്ള ഒരു ടൂളും നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ കൺസെപ്റ്റ് പഠിക്കാനായിട്ട് ഒരു 1 day നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയേണ്ടത് വെബ് പേജ് ഡിസൈനിങ് ടെക്നിക്സ് ആണ്. ആ വെബ് പേജ് ഡിസൈനിങ് ടെക്നിക്സിന് വേണ്ടിയിട്ട് ഒരു മിനിമം 1 day നമുക്ക് യൂസ് ചെയ്താൽ മതിയാകും. അങ്ങനെ എൻറ്റയർലി ഒരു 6 days നമുക്ക് ഈ ഒരു മോഡ്യൂൾ കവറപ്പ് ചെയ്യാനായിട്ട് എടുക്കും. അടുത്തതായിട്ട് 8th മോഡ്യൂളാണ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് വെബ് പേജ് എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിന്റെ എന്തെല്ലാം ബേസിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അതെല്ലാം തന്നെ ഈ ഒരു മോഡ്യൂളിലും PSC ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിഷ്യലി ശ്രദ്ധിക്കേണ്ടത് ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ് ആണ്. അതിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെ, അതിനകത്ത് വെബ് സെർവേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ്. പിന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഡേറ്റ ടൈപ്സ്, വേരിയബിൾസ്,
അതുപോലെ തന്നെ കോൺസ്റ്റൻസ്, അതിന്റെ കൺവേർഷൻസ് മുതലായിട്ടുള്ളതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇൻ ഡെപ്തിൽ ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവൂ. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആയിട്ടുള്ള കമ്പാരിസണിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഓപ്പറേറ്റർ പ്രസിഡൻസ് ഏത് ഓപ്പറേറ്ററിനാണ് ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി പ്രിഫറൻസ് വരുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ പ്രോഗ്രാം കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൂപ്സ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് എല്ലാം തന്നെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇൻഡെപ്തിൽ പഠിക്കേണ്ടത് കൊണ്ട് തന്നെ 2 days നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ദെൻ അടുത്തതായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന അറേസിന്റെ കൺസെപ്റ്റ് ആണ്. ദെൻ അറേസ് നമുക്കറിയാം ഒരു എന്താണ് ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. സോ അതിന്റെ ആ ഒരു കൺസെപ്റ്റ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ദെൻ അതിന്റെ യൂസേജ്, അതുപോലെ തന്നെ വേറൊരു ഡേറ്റ ടൈപ്പ് ആണ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ആ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പിനെ പറ്റി നോക്കുക. അതുപോലെ തന്നെ മാത്ത് ആൻഡ് ഡേറ്റ് ഫംഗ്ഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അതെല്ലാം നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ 2 days നമുക്ക് കവർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഫംഗ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻസിനെ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഏതൊക്കെ പാക്കേജിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഓഫ് വെബ് ഡിസൈനിങ്ങും കൂടെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് എന്താണ് 1 day അങ്ങനെ ടോട്ടലി ഒരു 7 days ഈ ഒരു മോഡ്യൂൾ നമുക്ക് കവർ ചെയ്യും. നെക്സ്റ്റ് ഈസ് ഷോർട്ട് മോഡ്യൂൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രോണിക് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് അതുപോലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ആ ഇ കൊമേഴ്സിലുള്ള എന്താണ് ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ് ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജസ്, ബിൽഡിംഗ് ബിസിനസ് ഓൺ ദി നെറ്റ്, അതാണ് പറഞ്ഞത്. ഇന്റർനെറ്റ് വഴി നമുക്ക് എങ്ങനെയാണ് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള ഷോപ്പിംഗ് കാർട്ട് അതുപോലെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഒരു 1 day സ്പെൻഡ് ചെയ്താൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ പിന്നെ നമ്മൾ ഒരു ഷോപ്പിംഗ് കാർട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പേയ്മെന്റ് ഗേറ്റ് വേസ് നമ്മൾ പറയണം. ഓക്കെ, ആ പേയ്മെന്റ് ഗേറ്റ് വേസ് എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇനി ആ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഓതറൈസേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ ഇനിയിപ്പം എന്തെങ്കിലും സംഭവങ്ങൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ അതിന്റെ ചാർജ് ബാക്ക് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ പേയ്മെന്റ് കാര്യങ്ങളും ഈ ഒരു 1 day നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്കറിയാം ട്രാൻസാക്ഷൻസ് വരുമ്പോൾ മസ്റ്റ് ആയിട്ടും അതിന് സെക്യൂരിറ്റി ഇഷ്യൂസ് വരും. ആ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെയാണ് പേയ്മെന്റ് ഗേറ്റ് വേസിൽ അഫക്ട് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ ഈ മോഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക് സെക്യൂരിറ്റി ഇഷ്യൂസും പേയ്മെന്റ് ഗേറ്റ് വേസും കൂടെ കവർ ചെയ്യാനായിട്ട് നമുക്ക് 1 day മതിയാകും. അങ്ങനെ എൻറ്റയർലി ഇതൊരു ഷോർട്ട് മോഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസം സ്പെൻഡ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് ഇതിലെ എല്ലാ കണ്ടന്റും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് ആൻഡ് ദ ഫൈനൽ മോഡ്യൂൾ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ട് തന്നെ 5 days ആണ് നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഓവർവ്യൂ, അതിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ SSL സെക്യൂർ സോക്കറ്റ് ലെയർ, അതൊരു പ്രോട്ടോകോൾ ആണ്. ആ പ്രോട്ടോകോളിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള HTTP പ്രോട്ടോകോൾ, ദെൻ വരുന്ന സെക്യൂരിറ്റി ത്രെറ്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് ഒരു 2 days കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൾണറബിലിറ്റി എന്തൊക്കെയാണ്, നമുക്ക് ത്രെറ്റ്സ് വന്നു കഴിഞ്ഞാൽ വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അതിന്റെ റിസ്ക് മാനേജ്മെന്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഡയറക്ടറി സർവീസസിലോട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൺസെപ്റ്റും അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരു 1 day ഷോർട്ട് ടോപ്പിക് ആണ്. ഒരു 1 day നമുക്ക് എല്ലാം തന്നെ മാനേജ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് 2 hours സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് കവർ ചെയ്യാം. അതുപോലെ തന്നെ ഡയറക്ടറി സർവീസസിലുള്ള കൺട്രോൾ, അതിന്റെ സെക്യൂരിറ്റി, അതുപോലെ പ്രൈവസി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇനി ഇതിന്റെ ഫൈനൽ ഓഡിറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിന്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ തന്നെ ആ കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം ഇൻട്രൊഡക്ഷൻ ടു IT ആക്ട്, അതുപോലെ തന്നെ സൈബർ ക്രൈമിനുള്ള പെനാൽറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അതിനൊരു 1 day സ്പെൻഡ് ചെയ്താൽ തന്നെ ആ ഒരു IT ആക്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എൻറ്റയർലി നമുക്ക് ടോട്ടൽ ഒരു 55 days കൊണ്ട് നമുക്ക് ഈ ഒരു 10 മോഡ്യൂൾസും കവർ ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, 10 മോഡ്യൂൾസിന് നമുക്ക് ഓരോ മോഡ്യൂളിനും 10 marks വെച്ചിട്ടാണ് മാർക്ക് ഡിവിഷൻ
സെഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മോഡ്യൂളിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എത്ര ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് അത്രയും ഡേയ്സ് സ്പെൻഡ് ചെയ്ത് ഒരു മിനിമം ഒരു 2-3 hours ഡെയിലി സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യമാണ് പ്രാക്ടീസ് എക്സാംസ് ആൻഡ് മോക്ക് ടെസ്റ്റ്. അതായത് നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതിലല്ല, എത്ര നമ്മൾ സിലബസ് കവർ ചെയ്തു എന്നുള്ളതിലല്ല, ആ പഠിച്ചതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തി അതിനൊരു ആൻസർ കൊടുത്ത് നമുക്ക് എങ്ങനെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നമ്മളെ തന്നെ വിലയിരുത്തി ആൻസറുകൾ പഠിക്കാനാകും എന്നുള്ളതിനകത്താണ് നമ്മുടെ PSC എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് വെബ്സൈറ്റ്സ് ആണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന. ഏറ്റവും ബേസിക് ആയിട്ട് കൺസെപ്റ്റ്സ് കവർ ചെയ്യാനായിട്ട് നമുക്ക് sanfoundry.com എന്നതിനകത്ത് MCQs അവൈലബിൾ ആണ്. ഏത് ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും അവിടെ നമുക്ക് ഇഷ്ടം പോലെ MCQ ക്വസ്റ്റ്യൻസ് സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്ക് ആണ്. ഓൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ട് നടക്കുന്ന എല്ലാ ടെക്നിക്കൽ എക്സാംസിന്റെയും PSUസിന്റെയും എല്ലാ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുകയും അതിനോടൊപ്പം അതിന്റെ എക്സ്പ്ലനേഷനും ആ ഒരു സൈറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എക്സാമിനെ ബേസ് ചെയ്തിട്ട് MCQ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന 2 സൈറ്റുകളാണ് എക്സാം റഡാറും എക്സാം വേദായും. അതിൽ തന്നെ ഓരോ ടോപ്പിക്സും ഓരോ സിലബസ് വൈസ് സബ്ജക്ട് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓരോ ടോപ്പിക്കിൽ നമുക്ക് ഇഷ്ടം പോലെ MCQ ക്വസ്റ്റ്യൻസ് ഈ 2 സൈറ്റുകളിലും കാണാൻ സാധിക്കും. ഇനി നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്താണ് ജാവ സ്ക്രിപ്റ്റും അതുപോലെ വെബ് ഡിസൈനിങ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും കമ്പ്യൂട്ടർ സയൻസിന്റെ കോർ സബ്ജക്ട്സ് ആയിട്ടുള്ള ഡേറ്റാബേസും നെറ്റ്വർക്കിങ്ങും മുതലായിട്ടുള്ള കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നല്ല ഡെപ്തിൽ ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും റിവ്യൂ, റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റുകളാണ്. അതായത് നമ്മൾ എത്ര കൺസെപ്റ്റ് പഠിച്ചു, എത്ര സിലബസ് കവർ ചെയ്തു എന്നുള്ളതിലല്ല, ആ കവർ ചെയ്ത ഓരോന്നും നമ്മൾ എത്ര ടൈംസ് റിവൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എത്രത്തോളം നമ്മൾ ആ ടോപ്പിക്സ് വ്യക്തമായിട്ടും അതുപോലെ തന്നെ ഗാഢമായിട്ടും ആ ഒരു ഇതിനെ മനസ്സിലാക്കി എത്രത്തോളം നമ്മൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഷോർട്ട് ആയിട്ട് എഴുതി വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് റിവ്യൂ എന്നുള്ളൊരു പ്രോസസ്സ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി വീഡിയോസ് കണ്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നമ്മൾ പഠിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സിനെ ഒരു ഷോർട്ട് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം 3 days എടുക്കാവുന്നതാണ്. അതിനുശേഷം റിവിഷൻ മസ്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആവണം. അതായത് ഇപ്പൊ 3 days നമ്മൾ റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4 days എങ്കിലും മിനിമം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പൊ ഓരോ സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ സബ്ജക്ട്സിനെ റിവൈസ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അതല്ല സബ്ജക്ട്സ് എല്ലാം കവർ ചെയ്തിട്ട് റിവൈസ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇത്തിരി ഹെക്ടിക് ആയിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഡിവൈഡ് ചെയ്തിപ്പോൾ ഒരു ഡേ 2-3 സബ്ജക്ട് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കുന്നതിൽ വളരെ കുറച്ച് സമയം മതിയാകും. അതുകൊണ്ട് റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 4 days അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ പഠിച്ചതിനെ വീണ്ടും ഒന്നും കൂടെ മനസ്സിരുത്തി പഠിക്കാൻ വേണ്ടിയിട്ടും അതൊന്നും കൂടെ നമുക്ക് ബ്രെയിനിൽ ആ ഒരു ഇൻഫർമേഷൻ പതിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ കൺസെപ്റ്റ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ മസ്റ്റ് ആയിട്ടും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ലെക്ചർ ടെസ്റ്റും അതുപോലെ തന്നെ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള MCQs ചെയ്ത് നോക്കുന്നതിനോടൊപ്പം തന്നെ മോഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം എൻറ്റയർലി ആ ഒരു സിലബസിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിരുത്തി അതിനെ ആൻസർ ചെയ്യാന്നുള്ളത് ഉറപ്പായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ 3 കാര്യങ്ങളും നമ്മുടെ സിലബസ് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഏണസ്റ്റ് അക്കാദമിയിൽ ഈ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള പഠനമാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഓൾറെഡി നമ്മൾ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളോടൊപ്പം തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റും ലെക്ചർ ബേസ്ഡ് ടെസ്റ്റ് അതുപോലെ മോഡ്യൂൾ ടെസ്റ്റും മുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഉള്ളത്. സമയം പാഴാക്കാതെ തന്നെ പഠിച്ചു തുടങ്ങുക. കോഴ്സിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും
ക്വറീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും തുടർന്ന് ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്.